ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പാസ്റ്റർ സുനിൽ വേട്ടമല, IPC സഭയുടെ ഒരു മിഷണറി ആയിട്ട് ഓണദുരത്തിൽ താമസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചതിലും നിങ്ങളെല്ലാം കാണുകയും പരിചയപ്പെടുകയും ചെയ്യാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ക്രിസ്ത്യൻ പെന്തക്കോസ്ത് സമൂഹത്തിന് ഇസ്ലാമിക സഹോദരങ്ങളുമായിട്ടുള്ള സാമ്യം നിങ്ങൾക്ക് അറിവുള്ളതാണെന്ന് ഞാൻ കരുതുകയാണ്. ന്യായവിധിയുടെ കാര്യത്തിൽ, മരണാനന്തര ജീവിതത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, വിഘ്നഹാരാധനയുടെ കാര്യത്തിൽ, മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ തമ്മിൽ തികച്ചും സാമ്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരം സംവാദങ്ങൾ അതുകൊണ്ട് പങ്കെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇതിനു മുമ്പും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മിസ്റ്റർ അക്ബറിനെയും മിസ്റ്റർ മുസ്തഫ തൻപൂറിനെയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാൻ കൂടിയാണ് ഞാനിവിടെ വരുവാനിടയായിത്തീർന്നത്. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. പ്രിയപ്പെട്ട മുസ്തഫ തൻപൂറിൻ്റെ പ്രസംഗത്തിൽ ഇസ്ലാം സമാധാനത്തിന് എന്നൊരു പരാമർശമുണ്ടായി. അത് സംബന്ധിച്ച് എൻ്റെ സംശയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അനുഭവം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരു സഭാംഗം കോയമ്പത്തൂരിൽ താമസിച്ചിരുന്നു. സാമെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചിൻവാദ് പാലം എന്നൊരു പുസ്തകം എഴുതാനിടയായി. ആ പുസ്തകത്തിൽ ഇസ്ലാമിക സംഭവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്ന പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പുസ്തകം കണ്ടിട്ടില്ല. എന്നാൽ ആ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞുടൻ തന്നെ അവിടുത്തെ സഭ അത് തടയുകയും അതിൻ്റെ ആവശ്യമില്ല, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് ആ പുസ്തകം വിതരണം ചെയ്യാൻ പാടില്ലെന്ന് അദ്ദേഹത്തെ ശാസിക്കുകയും വിതരണം ചെയ്യാതെ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം 18 ജില്ലയിൽ പെരുമ്പട്ടി സ്വദേശിയായിരുന്നു. എന്നാൽ ആ പുസ്തകത്തിൻ്റെ ഏകദേശം 50ഓളം കോപ്പികൾ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായിട്ടുള്ള ഈ പെരുമ്പട്ടിയിൽ കൊണ്ട് വെച്ചിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കാരം നടത്തി. ആ സമയത്ത് കുടുംബാംഗങ്ങൾ ആരോ ഈ കാര്യങ്ങൾ സഭ തടഞ്ഞത് ഒന്നും അറിയാൻ മേലാത്ത ആളുകളായിരിക്കണം 50ഓളം പുസ്തകങ്ങൾ അവിടെ വിതരണം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ മരണസമയത്ത്. അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കുമല്ലോ. ആ പുസ്തകം അങ്ങനെ പ്രിൻ്റ് ചെയ്ത് തെറ്റാണെന്നാണ് ഞങ്ങളുടെ സഭ വിശ്വസിക്കുന്നത്. അത് വിതരണം ചെയ്യാൻ പാടില്ലായിരുന്നു. വിതരണം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് സഭ അനുകൂലമാണ്. എന്നാൽ മറ്റ് ചില പ്രതികരണങ്ങളാണ് ഇസ്ലാമിക സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പത്തനംതിട്ട, കോട്ടയം ജില്ലയിൽ ധാരാളം ജാഥകൾ നടത്തി. ഞങ്ങളുടെ പാസ്റ്റർമാരെ വിളിച്ച ആക്ഷേപിച്ച പേരുകൾ ഈ പൊതുവിൽ പറയാൻ കൊള്ളുന്ന പേരുകൾ അല്ല. ഞങ്ങളുടെ പല ചർച്ചകൾക്കും കേടുപാടുകൾ നടത്തി. 100 കണക്കിന് പാസ്റ്റർമാരെ ഉപദ്രവിക്കപ്പെട്ടു. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. അടിച്ചാൽ തിരിച്ചടിക്കാത്ത ഒരു സമൂഹമാണ് ഞങ്ങൾ. ചീത്ത വിളിച്ചാൽ ചീത്ത വിളിക്കാത്ത ഒരു സമൂഹമാണ് ഞങ്ങൾ. വലിയ സ്ഥാപനങ്ങളില്ലാത്ത, വലിയ പണ്ഡിതന്മാരില്ലാത്ത, വലിയ ധനവാന്മാരില്ലാത്ത, ലളിതമായി ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം. ഞങ്ങൾ പ്രതികരിക്കുന്ന സ്വഭാവം ഉള്ളവരല്ല. ഈ ചെയ്ത കാര്യം സാമെന്ന് പറഞ്ഞ ആൾ എഴുതിയതും അത് വിതരണം ചെയ്തതും തെറ്റാണെന്ന് പത്രപ്രസ്താവന ഇറക്കി. എന്നിട്ടും ഞങ്ങളുടെ 100 കണക്കിന് ദൈവദാസന്മാർ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, ക്രൈസ്തവ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ തലവന്മാർ ചെയ്യുന്ന കാര്യങ്ങളോട് ക്രൈസ്തവ സഭയ്ക്ക് എല്ലാ കാര്യങ്ങളോടും യോജിപ്പില്ല. എന്നാൽ ആ രാജ്യങ്ങളിൽ, ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക മിഷണറി പ്രവർത്തനത്തിനും ഹൈന്ദവ മിഷണറി പ്രവർത്തനത്തിനും തുറന്ന വാതിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ളതാണ്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അങ്ങനെയല്ല കാണപ്പെടുന്നത്. അടുത്ത സമയത്ത് ഒരു ബൈബിൾ കൊണ്ടുപോയ അത് എടുപ്പിക്കുന്നു, അത് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. മാലി ദ്വീപിലേക്ക് പോയ ഒരു 2 സഹോദരങ്ങൾ, അവരുടെ കൈവശം ഒരു ചെറിയ നിലവിളക്കിൻ്റെ ഒരു ചെറിയ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് എടുപ്പിച്ചതായിട്ട് കൂടെ പോയ എൻ്റെ സിസ്റ്റർ കഴിഞ്ഞ ദിവസം ബിൻസി എന്ന പേരുള്ള എൻ്റെ ഒരു സഹോദരി പറയാനിടയായി. ഈ കടുത്ത അസഹിഷ്ണുതയുടെ കാരണം എന്താണ് എന്നൊരു മറുപടി കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനായ പാസ്റ്റർ, ഇസ്ലാം സമാധാനമാണെങ്കിൽ
എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അസഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുകയും അതേപോലെ മറ്റ് മതവിശ്വാസങ്ങളോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ കാതൽ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാം കോയമ്പത്തൂർ എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ചിൻവാദ് പാലം എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടാണ് പാസ്റ്റർ ഒരു സംഭവത്തെ പ്രത്യേകമായി കേരളത്തിൽ നടന്നൊരു സംഭവം എന്നുള്ള നിലയ്ക്ക് എടുത്തു പറഞ്ഞത്. എന്തായിരുന്നു ആ സംഭവം, അതിൽ പ്രതികരിച്ചത് എത്രത്തോളം ശരിയായി, പ്രതികരണം എങ്ങനെ വന്നു, എവിടെ നിന്നു, എങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി തന്നെ ഇസ്ലാമിൻ്റെ രീതി, ഇസ്ലാമിനോടുള്ള വിമർശനങ്ങൾക്കെതിരെ കലാപത്തോടു കൂടിയുള്ള വൈകാരികമായ പ്രതികരണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് ഇന്ന് വരെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ നിരവധിയാണ്. മുഹമ്മദ് നബി മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ക്രൈസ്തവ ലോകത്തിന് തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീസാനുൽ ഹക്ക്, റവറൻഡ് CJ ഫാണ്ടറുടെ പുസ്തകം, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മഞ്ചേരി ആസ്ഥാനമാക്കി മുസ്ലിങ്ങൾക്കിടയിൽ സുവിശേഷ വേല ചെയ്യുന്ന, ഇപ്പോൾ അവിടെ ഇല്ല, കോൾ ഓഫ് ഹോപ്പ് എന്ന പേരിൽ കോഴിക്കോടാണുള്ളത്, അവർ പുറത്തിറക്കി മർക്കസുൽ ബിഷാറ. അതേപോലെ തന്നെ മുസ്ലിം ചോദ്യങ്ങൾക്കുള്ള ക്രിസ്തീയ മറുപടി എന്ന പേരിൽ ക്ലയർ ടിസ്ഡാളിൻ്റെ ഗ്രന്ഥം, അത് പരിഭാഷപ്പെടുത്തി കോൾ ഓഫ് ഹോപ്പ് പ്രസിദ്ധീകരിച്ചു മലയാളത്തിൽ. ചീന്തിയ മൂടുപടം എന്ന പേരിൽ മുസ്ലിം ജീവിതക്രമത്തെ ശക്തമായി വിമർശിക്കുന്ന ഗ്രന്ഥം ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ചു. പല വ്യത്യസ്ത സഭകളാണ്, IPC ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ മുഹമ്മദ് നബി ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ എന്ന പേരിൽ ഗ്രന്ഥം ക്രൈസ്തവ സഭകൾ വളരെ വിശദമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും. ക്രിസ്ത്യൻ മുസ്ലിം സംവാദം എന്ന പേരിൽ ജോഷ് മാക്ഡുവൽ എഴുതിയ ഗ്രന്ഥം ഇസ്ലാം സംവാദം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും ഖുർആാനിനെയും എല്ലാം വിമർശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യുക്തിവാദികളുടെ ഗ്രന്ഥം, ഖുർആൻ ഒരു വിമർശന പഠനം പുറത്തിറങ്ങിയിട്ട് 2-3 പതിറ്റാണ്ടുകളേറെ. ഇടമറുകെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളിലൊന്നാണ്, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഗ്രന്ഥം എഴുതിയതിനു ശേഷം ആദ്യമായി എഴുതിയ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഖുർആൻ ഒരു വിമർശന പഠനം. ഇതിന് 28ഓളം പതിപ്പുകൾ പുറത്തിറങ്ങി. ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിഷേഴ്സ് അത് വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം ഇവിടെ ഉണ്ടായിട്ട് അവക്കെതിരെ മറുപടി പറയുക എന്നല്ലാതെ, അതിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൃത്യമായി പ്രസിദ്ധീകരിക്കുക എന്നല്ലാതെ, മറുപടി പറയുക എന്നല്ലാതെ ആ പുസ്തകങ്ങൾ നിരോധിക്കണമെന്ന് മുസ്ലിങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടികളുമായി മുസ്ലിങ്ങൾ പോയിട്ടില്ല. ഏതെങ്കിലും രൂപത്തിൽ അത്തരം ആളുകളെ ആക്രമിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ എൻ്റെ ബഹുമാനായ പാസ്റ്റർക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ചെറുപ്പത്തിൽ ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറിവ് എന്നൊരു നാടകമുണ്ട്. അതിനെതിരെ എല്ലാ സഭാവിശ്വാസികളും റോട്ടിലിറങ്ങി പ്രകടനങ്ങൾ നടത്തി.
PJ ആന്റണിയെ അറസ്റ്റ് ചെയ്തു സർക്കാർ. പിന്നെ ആ നാടകം നിരോധിച്ചതിന് ശേഷമാണ് സഭകൾ അടങ്ങിയിരുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസമുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെതിരെയും വിമർശന പഠനങ്ങളുണ്ട്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഗ്രന്ഥം എഴുതിയിട്ട് സഭകൾ അതിനെതിരെ നടപടികളുമായി പോയിട്ടില്ല. ഒന്ന് വിമർശനമാണ്, മറ്റൊന്ന് അവഹേളനമാണ്. വിമർശനം ബുദ്ധിയുള്ള ബൗദ്ധിക നിലവാരമുള്ള ഏത് സമൂഹവും അംഗീകരിക്കേണ്ടതാണ്. സാം കോയമ്പത്തൂരിൻ്റെ പുസ്തകം പാസ്റ്റർ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ ഇസ്ലാമിക പ്രബോധകർ നടത്തുന്ന അക്രമങ്ങൾക്ക് മറുപടി ഇത് മാത്രമേ ഉള്ളൂ എന്നാണ്. അഥവാ അതിൽ ചിൻവാദ് പാലം എന്നൊരു പാലം, ഇവിടെ കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു പാലത്തിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പാലില്ല. ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിന് ഇല്ലാത്ത വിവരങ്ങൾ വെച്ചിട്ട്, എവിടെന്തൊക്കെയുള്ള ആശയങ്ങൾ വെച്ചിട്ട് മുഹമ്മദ് നബിയെയും പരിശുദ്ധ ഖുർആനെയും ഇസ്ലാമിനെയും എല്ലാം പുലഭ്യം പറയുകയാണ് സാം ചെയ്യുന്നത്. തീർച്ചയായും IPC അത്തരം ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. തീർച്ചയായും അത്തരം പുലഭ്യം പറച്ചിലുകൾക്ക് നേരെയും പ്രതികാരാത്മകമായി പ്രതികരിക്കേണ്ടവനല്ല മുസ്ലിം. ഒരിക്കലും തന്നെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെതിരെ, അയാൾക്കെതിരെ കലാപം ഉണ്ടാക്കുക മുസ്ലിങ്ങളുടെ രീതിയാകാൻ പാടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ വ്യത്യസ്ത നിലവാരങ്ങളുള്ള ആളുകളുണ്ടാകും. ചിലർ വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കും. പ്രത്യേകിച്ച് പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആളുകൾ. സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നു എന്നുള്ളത് വെറുതെ പറയുന്നൊരു വർത്തമാനമല്ല. മറിച്ച് നിങ്ങളുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ നിങ്ങളെക്കാൾ അധികം മുഹമ്മദ് നബിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുഹമ്മദ് നബി വളർത്തിയതുപോലെ താടി വളർത്താൻ ശ്രമിക്കുന്നത്, മുഹമ്മദ് നബി ഉടുത്തതുപോലെ വസ്ത്രം എടുക്കാൻ ശ്രമിക്കുന്നത്, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത്, അത്തരം ആളുകളുടെ മുന്നിൽ ആദരിക്കുന്ന ഒരാളെ തെറി പറയുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങൾ അവിടെ ചുങ്കപ്പാറയിലുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ചുങ്കപ്പാറയിൽ പക്ഷേ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും പെട്ടെന്ന് ഇടപെടുകയും ആ പ്രശ്നങ്ങളെ തണുപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു കേരളത്തിൽ മുഴുവനും ഉണ്ടാകേണ്ടിയിരുന്ന വലിയൊരു പ്രശ്നത്തെ അവിടെ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അന്ന് മുസ്ലിം സമൂഹം ചെയ്തത്, സമൂഹം എന്നുള്ള നിലക്ക്. എന്നാൽ ചില നല്ലതല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനായ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നില്ല. അത് ഇസ്ലാമിൻ്റെ രീതിയല്ല. സ്വാഭാവികമായും വ്യത്യസ്ത തലങ്ങളിലുള്ള ഈ ആളുകൾ പ്രതികരിച്ച രീതികളിൽ ചിലപ്പോൾ പ്രതികാരാത്മകമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിയമകൂടമാണ് അതിൽ ഇടപെടേണ്ടത്. നിയമകൂടം ഇടപെട്ടു, അവർക്കെതിരെ നടപടികൾ ഉണ്ടായി. ഹൈക്കോടതി വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇതല്ല മതപ്രചരണമെന്ന്. കാരണം മതപ്രചരണം എന്നാൽ ആരെങ്കിലും ആദരിക്കുന്ന ആളുകളെ തെറി പറയലല്ല. മുഹമ്മദ് നബിയെ വിമർശിച്ചോളൂ. മുഹമ്മദ് നബിയെ വിമർശിക്കാൻ ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളുണ്ട്. വിമർശനം എന്നത് വസ്തുനിഷ്ഠമായ അന്വേഷണമാണ്. ആ വിമർശനം എന്നത് കൃത്യമായി കാര്യങ്ങളെ, വീക്ഷണങ്ങൾ അവതരിപ്പിക്കലാണ്. നിങ്ങൾ ഒരു കളവ് പറയുന്നു എന്ന് സ്ഥാപിക്കലും, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൽ കളവുണ്ട് എന്ന് സ്ഥാപിക്കലും, നിങ്ങളെ കള്ള എന്ന് വിളിച്ച് പിന്നിലോടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വിമർശനമാണ്, മറ്റൊന്ന് തെറി വിളിച്ചിലാണ്. തെറി പറച്ചിൽ ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ആന്റണി ചെയ്തത് അതാണ്. ആന്റണി ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവിൽ വളരെ ഭംഗിയായി ക്രിസ്തുവിനെ തെറി പറയുകയായിരുന്നു. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൻ്റെ മനസ്സിൽ മഗ്ദലന മറിയത്തോടുള്ള ഒരു തരം കാമാധിഷ്ഠിതമായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി നാടകത്തിൽ. ഞാൻ നാടകം വായിച്ചിട്ടുണ്ട്. പറയുന്നത് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മുസ്ലിങ്ങൾ അന്ന് സഭയോടൊപ്പമായിരുന്നു. മുസ്ലിം സംഘടനകളെന്ന് സഭകളോടൊപ്പമായിരുന്നു. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്.
ഇവിടെ സാമു ചെയ്തു, സാമല്ല ചെയ്തത്, സാം എഴുതി. അതിൻ്റെ അച്ഛൻ തന്നെ പാസ്റ്റർ തന്നെ മനസ്സിലാക്കി നോക്കുക. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ ഇത് വിതരണം ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ വായിച്ചു സാധനമുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതോ ആ മരിച്ച ദിവസം തന്നെ ആ വീട്ടിൽ നിന്ന് വിതരണം തുടങ്ങി. നമ്മൾ ആലോചിക്കേണ്ടത്, പാസ്റ്റർ ആണെങ്കിലും ഞാനാണെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ. പക്ഷേ പാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉള്ള ആത്മാർത്ഥത ചോദ്യം ചെയ്യാൻ ഞാനാളല്ല. എൻ്റേതും അങ്ങനെ തന്നെ. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളതോടൊപ്പം തന്നെ ആദരിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ഇവിടെ വളരെ സങ്കടകരമായൊരു കാര്യം പാസ്റ്ററോട് പ്രത്യേകം പാസ്റ്റർ ചോദിച്ച സ്ഥിതിക്ക് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ പെന്തക്കോസ്തൽ മിഷൻ അതിലൊരു നിലപാടെടുത്തു. അത് സങ്കടകരമാണ്. ആ പെന്തക്കോസ്തൽ മിഷൻ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകി. ആ കേരള മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നത്, ഈ പുസ്തകം പുറത്തിറങ്ങാൻ കാരണം മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്നത് കൊണ്ട്, ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് പറയുന്നതുകൊണ്ട് വിരോധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നിച്ച് ഓഫ് ട്രൂത്തും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളും ആ പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്ന എം അക്ബർ എന്ന വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ഇത് പുസ്തകം, ഈ ചിൻവാദ് പാലം എന്ന പുസ്തകം എഴുതിയവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിനെതിരെയും എം അക്ബറിനെതിരെയും നിയമ നടപടികൾ എടുക്കണം എന്ന രൂപത്തിലുള്ള ഒരു നിവേദനം പോയി. നമ്മളതിന് മറുപടി നൽകിയത്, തീർച്ചയായും നിയമവിരുദ്ധമായ എന്തെങ്കിലും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പുസ്തകങ്ങളിലുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോടതികളാണ്. കോടതികളെയാണ് അതിനെ സമീപിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കലല്ല. തീർച്ചയായും ഞാൻ എഴുതിയ കാര്യങ്ങളിലോ മറ്റോ നിയമവിരുദ്ധമായതുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്, തീർച്ചയായും. പക്ഷേ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അറിവും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്കിഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് ഒരാശയത്തെ അടിച്ച് പറയുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്ന് മാത്രമാണ്. തീർച്ചയായും ബഹുമാനായ പാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഥവാ വൈകാരികമായ പ്രതികരണങ്ങളല്ല ഇത്തരങ്ങളുണ്ടാണ്. ഞങ്ങൾ ചെയ്തത് നിച്ച് ഓഫ് ട്രൂത്ത് ആ സമയത്ത് ചെയ്തത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന പുസ്തകം പുറത്തിറക്കി. നബിയെ അറിയുക നബി നിന്ദകരെയും എന്ന പേരിലുള്ള പുസ്തകം ചുങ്കപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും എന്നിട്ട് അവരോട്, മുഹമ്മദ് നബിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിമർശനവുമുണ്ടോ? നിങ്ങൾക്കിത് ഇതേപോലെ തുറന്ന വേദി ഞങ്ങൾ ചുങ്കപ്പാറയിൽ സംഘടിപ്പിച്ചു. ഇതേപോലെ ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കൾ പങ്കെടുത്തു. ഈ പുസ്തകം വായിച്ചവരും അല്ലാത്തവരുമായ ക്രൈസ്തവ സുഹൃത്തുക്കൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചു, വിമർശനങ്ങൾ ഉന്നയിച്ചു, നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ പറയുന്നത്, സംവേദനക്ഷമമായൊരു സാമൂഹ്യ അന്തരീക്ഷമാണ് വരേണ്ടത് എന്നാണ്. രണ്ടാമത്തെ പ്രശ്നം ബഹുമാനായ പാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചത്, മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിങ്ങളുള്ള നാടുകളിൽ അസഹിഷ്ണുതയുണ്ട്, എന്നാൽ ക്രൈസ്തവ നാടുകളിൽ ഇത്തരം മത പ്രചരണത്തിനോ മറ്റോ യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. സത്യത്തിൽ ബഹുമാനായ പാസ്റ്റർ അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാര്യത്തിലെല്ലാം വളരെ മീഡിയകൾ പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ പറഞ്ഞു തരുന്നതോ ആയ കാര്യങ്ങൾ പലപ്പോഴും കണ്ണടച്ചിട്ട് നമ്മൾ അത് വിശ്വസിച്ചു പോകുന്നു എന്നുള്ള ദുരന്തത്തെക്കുറിച്ചാണ്. അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ, സംശയമൊന്നുമില്ലല്ലോ, മുസാഫ് മുസ്ലിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഒരൊറ്റ മുസാഫാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഞാൻ കേരളത്തിൽ നിന്നൊരു മുസാഫുമായി സൗദി അറേബ്യയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സൗദിയിലെ എയർപോർട്ടിൽ എൻ്റെ മുസാഫ് എടുത്തു വെക്കും, ആ മുസാഫ് അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതെന്താ വിഷയം? മുസാഫിനോട് അവിടെ വിരോധം ഉണ്ടായിട്ടല്ല. മുസാഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ എഴുതിയ കോപ്പിക്കാണ് മുസാഫ് എന്ന് പറയുന്നത്. മുസാഫിന് അവിടെ വിരോധം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് നിങ്ങളൊരു ഗ്രന്ഥം കൊണ്ടുപോകണമെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു നിയമമുണ്ട്, ആ രാജ്യത്തിൻ്റെ അതോറിറ്റീസിനോട് നിങ്ങൾ സമ്മതം വാങ്ങിയിട്ടേ അതിനുള്ള പെർമിഷൻ എടുത്തിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ.
അത് നിങ്ങൾ ഖുർആനാണെങ്കിലും മുസ്ലിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആനാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അതിന് പെർമിഷൻ പ്രത്യേകം എടുത്തിരിക്കണം, കൊണ്ടുപോകാൻ പറ്റൂല. ഇത് ആ നാട്ടിൻ്റെ ഒരു നിയമമാണ്. അതിന് അവരുടെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തീർച്ചയായും വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ അവിടേക്ക് ഒളിച്ചു കടത്തുകയും അത് വെച്ചുകൊണ്ട് പുതിയ യുവാക്കളെ എല്ലാം വഴിതെറ്റിക്കുകയെല്ലാം ചെയ്യുന്നു എന്നെല്ലാമാണ് അവർ കാരണം പറയുന്നത്. അത് വേറെ വിഷയമാണ്. ഇതേപോലെ തന്നെ നമ്മളെ നാട്ടിലോ, ഇനി അതാലോചിക്കാലോ, നമ്മളെ നാട്ടിലേക്ക് നമുക്ക് ഗ്രന്ഥങ്ങളോ മറ്റ് സാധനങ്ങളോ കൊണ്ടുവരുന്നതിന് ഒരു പരിധിയില്ലേ? നമുക്ക് പരിധിയില്ല. നമ്മൾ ഇന്ത്യയിലെ സിറ്റിസൺസ് ആണ്. പുറത്തുള്ള ഒരാൾ അഥവാ ഇന്ത്യയുടെ സിറ്റിസൺ അല്ലാത്ത ഒരാൾ ഒരു പുസ്തകം കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നിയമപരമായ തടസ്സങ്ങളില്ലേ? പെർമിഷൻ്റെ ആവശ്യമില്ലേ? ഉണ്ട്. ഇവിടെ അതിൻ്റെതായ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. ഇപ്പോൾ ഒരു ക്രൈസ്തവ മിഷനറി പുറത്തു നിന്ന് വരികയെന്ന് വിചാരിക്കുക. അയാളൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നാൽ അയാളൊരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ? പാടില്ല. നിയമപരമായിട്ട് അതാണ്. സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കണമെങ്കിൽ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുവാനുള്ള വിസയെടുത്ത് തന്നെ വരണം. അതിവിടുത്തെ മതപരമായ അസഹിഷ്ണുതയാണോ? തീർച്ചയായും അല്ല. അതേസമയം നമ്മൾ പെർമിഷൻ എടുത്താലോ? തീർച്ചയായും കൊണ്ടുവരികയും ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യ ആണല്ലോ ഏറ്റവും കൺസർവേറ്റീവായ രാജ്യമായി പറയുന്നത്. അവിടെ ക്രൈസ്തവർ അവരുടെ കേന്ദ്രങ്ങളിൽ സുഖമായി അവരുടെ ആരാധനകൾ നിർവഹിക്കുന്നുണ്ട്, പെർമിഷനോടുകൂടി. അമേരിക്കൻ പട്ടാളം അവിടെ അവർക്ക് വേണ്ടി തന്നെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായ സമയത്ത് അവിടെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ സിറ്റിസൺസ് അല്ല. നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. നമ്മൾ മറ്റൊരു രാജ്യത്ത്, അത് അറബ് രാജ്യമാണെങ്കിലും അമേരിക്കയാണെങ്കിലും ലോകത്തെ ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്ത് നമ്മൾ സിറ്റിസൺസ് അല്ല. അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ നിയമങ്ങൾ തീർച്ചയായും അവിടെ അവർ വെച്ചുകൊണ്ട് ഉള്ള കുറച്ച് നിയമങ്ങൾ ഉണ്ടാകും. അതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ഞാൻ ചിന്തിച്ചു നോക്കുക, ഇവിടെ മുസ്തഫ തൻവീർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ആസാദ് എന്നുള്ളൊരു പേരുള്ള ഒരു ബി ജെ പിൻ്റെ MP ഉണ്ടായ അനുഭവം. ഇത് വെച്ചിട്ട് അവിടുത്തെ ക്രൈസ്തവരെ മുഴുവനും അടച്ചാക്ഷേപിച്ചാൽ, അല്ലെങ്കിൽ ക്രൈസ്തവ സിസ്റ്റം കൊണ്ടാണ് അതെന്ന് പറഞ്ഞാൽ അല്ല, അബദ്ധമല്ലേ? കാരണം അവിടുത്തെ നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് മുഴുവനും ഉണ്ടാകുന്ന ഇസ്ലാമോഫോബിയയുടെ ബേസ് വെച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു ഹിന്ദുവിന് പോലും മുസ്ലിം പേരിൻ്റെ ഒരടുത്തുകൂടി പോയാൽ അവന് പോലെ അടങ്ങാറാക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ആ സിസ്റ്റം അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു പ്രജുഡൈസ്, മുൻധാരണ, ഇതെല്ലാം മാറ്റേണ്ടതാണ്. അതെല്ലാം ശരിയാണ്. ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. യഥാർത്ഥത്തിൽ മാൽദീവ്സിലല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാം എത്രത്തോളം ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെ. മാൽദീവ്സ് എന്ന് പറഞ്ഞൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം എത്രത്തോളം ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നോക്കിയാൽ വളരെ പരിമിതമാണ്, വളരെ നെഗറ്റീവാണ് അതിൻ്റെ ഉത്തരം. ഞാൻ ഒരു രാജ്യത്തെ എല്ലാം വിമർശിക്കുകയല്ല, മറിച്ച് അവിടെ സ്വാഭാവികമായിട്ട് ഇത് കൊണ്ടുപോയപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും, പെർമിഷൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളതുണ്ടാകും. ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും അല്ല, അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ആ റെസ്ട്രിക്ഷൻസാണ് ഉണ്ടാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തെല്ലാമുള്ള വീക്ഷണം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരൻ, അതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണമാണല്ലോ ഞാൻ പറയേണ്ടത്. ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരൻ, അയാൾക്ക് മതസ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് നൽകപ്പെടുന്ന അവകാശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് പോലും നൽകപ്പെടാത്ത സ്വകാര്യ അവകാശങ്ങൾ അവർക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ചില അമുസ്ലിം സുഹൃത്തുക്കൾക്ക് അവർക്ക് സ്വകാര്യതകളിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ തീർച്ചയായും ഇസ്ലാം മദ്യത്തെ നിരോധിക്കുന്നു, ഇസ്ലാമിക രാഷ്ട്രത്തിൽ മദ്യം പറ്റൂല. പക്ഷേ ഒരു അമുസ്ലിമാണ് സ്വകാര്യമായി മദ്യം കഴിച്ചതെങ്കിൽ അയാൾക്കെതിരെ ശിക്ഷാ നടപടിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ഒരു മുസ്ലിം ആണെങ്കിൽ പരസ്യമായി ചാട്ടവാർ അടിക്കപ്പെടേണ്ട കുറ്റം ഒരു അമുസ്ലിം പൊതുജീവിതത്തെ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ മദ്യം കഴിച്ചാൽ അതിൽ അയാളുടെ സ്വകാര്യതയെ ഒരിക്കലും തന്നെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പഠിപ്പിച്ചൊരു ആദർശമാണ് ഇസ്ലാം.
അതുകൊണ്ട് തന്നെ ഒരു അമുസ്ലിം പൗരന് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവകാശങ്ങളുണ്ട്. എന്നാൽ നമ്മളെല്ലാം ഒരു വിദേശ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ പൗരന്മാരല്ല, നമ്മൾ വിദേശികളാണ്, നമുക്ക് അവകാശം ഉണ്ടാകൂല. അപ്പം നമ്മളിവിടെ ജീവിക്കുന്നത് പോലെ അവിടെയും എന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു അതിര് കവിഞ്ഞ ആഗ്രഹം മാത്രമാണ്. അതൊരിക്കലും നടക്കൂലല്ലോ. ഇത് ഇപ്പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ഇപ്പം എൻ്റെ ബഹുമാനായ പാസ്റ്റർ പറയുമ്പോൾ പാസ്റ്റർ ക്രൈസ്തവം അതുകൊണ്ടാണെന്ന് വിചാരിക്കും. ഇപ്പം ഞങ്ങളെല്ലാം ഇസ്ലാമിക പ്രബോധകരാണ്, ഞങ്ങളെല്ലാം ഈ നാടുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം മറ്റ് മുസ്ലിം നാടുകളിൽ പോകുമ്പോൾ ഇതേപോലെ സംസാരിക്കാനും ഇതേപോലെ ഉള്ള ഒരു സൗകര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവിടെ കിട്ടൂല. അവിടെ മുസ്ലിം നാടാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതില്ല, നമുക്കൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അവിടുത്തെ നിയമമാണത്, ആ നിയമം അനുസരിച്ചേ പറ്റൂ. ഇസ്ലാമാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതില്ല എന്ന് മനസ്സിലാക്കുക.